ഹായ്, മലയാളത്തിൻ്റെ മഹാനടന്മാർ ഒന്നിച്ച പാട്രിയറ്റ് എന്ന സിനിമ ഇന്നലെ റിലീസായി. പല ആൾക്കാർക്കും പല അഭിപ്രായമാണ് സിനിമയെക്കുറിച്ച്. തീർച്ചയായും പൈസ കൊടുത്ത് സിനിമ കണ്ട ഓരോ വ്യക്തികൾക്കും ആ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന ആൾക്കാരോട് പല ഓൺലൈൻ മാധ്യമങ്ങളും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചോദ്യം. ആ ചോദ്യത്തിന് പല ആൾക്കാരും പല അഭിപ്രായമാണ് പറയാറ്. ചിലപ്പോൾ നല്ലതാണ് എന്ന് പറയും, ചിലപ്പോൾ മോശമാണ് എന്ന് പറയും. അതിനുവേണ്ടിയാണല്ലോ അവർ മൈക്കും പിടിച്ച് അവിടെ നിൽക്കുന്നത്, അതിൻ്റെ അഭിപ്രായം കിട്ടാൻ വേണ്ടി. പക്ഷെ മോശമാണ് എന്ന് പറയുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക, തല്ലാൻ പോവുക, അത്തരം കലാപരിപാടികൾ ചെയ്യുന്ന ഒരാളുണ്ട്. അതാരാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതായത് പാട്രിയറ്റ് എന്ന സിനിമ നല്ലതായി തോന്നിയില്ല എന്ന് പറഞ്ഞ ആളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ആണ്. അത് ഫസ്റ്റ് കണ്ടു നോക്കൂ, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ, വീഡിയോ കാണാം. കണ്ടല്ലോ, ഇതിൽ ആ ബ്ലാക്ക് ഷർട്ട് ഇട്ട് മൊബൈലിൽ പിടിച്ചു നിൽക്കുന്ന ആൾ അതാരാണ് എന്ന് പല ആൾക്കാർക്കും അറിയാൻ വഴിയില്ല. ഞാൻ 2 ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു മമ്മൂട്ടി ഫാനായിട്ടുള്ള ഒരാളെക്കുറിച്ച്. ആ വ്യക്തിയാണ് ആ മൊബൈൽ പിടിച്ച് മറ്റാളെ ഭീഷണിപ്പെടുത്തുന്ന ആൾ. ഇതിൽ അഭിപ്രായം പറഞ്ഞ, അതായത് സിനിമ അത്രയ്ക്ക് നന്നായില്ല എന്ന് പറഞ്ഞ ആൾ മമ്മൂട്ടിയെ വെച്ച് മുൻപ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ് എന്നുള്ളതാണ്. പുള്ളിയോട് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുന്നു. പുള്ളി അത്രയ്ക്ക് നന്നായിട്ടില്ല എന്ന് പറയുന്നു. പുള്ളിയെ ഇവർ കയറി ഭീഷണിപ്പെടുത്തുന്നു. ഇതാണ് സംഭവം. ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് നടന്നത് എന്ന് എനിക്കറിയില്ല. ഈ വീഡിയോയിൽ അതാണ് കാണിക്കുന്നത്. സിനിമയെക്കുറിച്ച് മോശം പറയാൻ പാടില്ല എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുള്ളിക്ക് സിനിമ ഇഷ്ടമായില്ല എങ്കിൽ ഇഷ്ടമായില്ല എന്ന് തന്നെയല്ലേ പറയേണ്ടത്? എല്ലാവരും സിനിമ നന്നായിട്ടുണ്ട് എന്ന് പറയണം എന്നുള്ളത് എവിടത്തെ ന്യായമാണ്? പിന്നെ എന്തിനാണ് ഇവർ മൈക്കും പിടിച്ച് അവർക്ക് മുന്നിലേക്ക് പോകുന്നത്? സിനിമ നന്നായിട്ടുണ്ട് എന്നിട്ടാൽ പോരെ? അഭിപ്രായം അറിയാൻ വേണ്ടിയല്ലേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? ഓരോരുത്തരും ഓരോരുത്തരുടെ അഭിപ്രായമാണ് പറയുന്നത്. ഈ സിനിമാ കാഴ്ച എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ്. മമ്മൂട്ടിയുടെ സിനിമകളെല്ലാം സൂപ്പറാണ് എന്ന് പറയുകയും മറ്റുള്ളവരുടെ സിനിമകൾ ചിലത് നന്നായിട്ടുണ്ട് എന്ന് പറയും, ചിലത് നന്നായിട്ടില്ല എന്ന് പറയും. അത് പുള്ളിയുടെ അഭിപ്രായമാണ്. പക്ഷെ മമ്മൂട്ടിയുടെ എല്ലാ സിനിമകളും സൂപ്പറാണ് എന്നാണ് പുള്ളി പറയുന്നത്. മറ്റുള്ളവർ അതിനെക്കുറിച്ച് മോശം പറഞ്ഞാൽ, അല്ലെങ്കിൽ സിനിമ നന്നായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ എയറിലാണ്, അവർ വേട്ടാവളിയന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഒരു പുള്ളിയാണ്. ഈ പുള്ളിയാണ് പാട്രിയറ്റ് എന്ന സിനിമ മോശം പറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത്. ഈ പുള്ളി പല സമയത്തും പല സിനിമകളെക്കുറിച്ചും ഇതുപോലെ തിയേറ്ററിൽ വന്ന് മോശം പറഞ്ഞിട്ടുണ്ട്. പുള്ളി അവിടെ വെച്ച് തന്നെ റിവ്യൂ ഇടാറുണ്ട്. മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിവ്യൂ ഇടാറുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഒരു പ്രശ്നമല്ല. പക്ഷെ മമ്മൂട്ടിയുടെ ഒരു സിനിമ ആരെങ്കിലും മോശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമിക്കാൻ ശ്രമിക്കും. ഇതാണ് നമ്മളിപ്പോൾ കണ്ട കാഴ്ച. സത്യം പറഞ്ഞാൽ ഇവന് നാണമില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പല ആൾക്കാർക്കും പല അഭിപ്രായമാണെന്നേ. പാട്രിയറ്റ് എന്ന സിനിമ എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് സിനിമ മാത്രമാണ്. പുള്ളിയെ സംബന്ധിച്ച് ഒരു പക്ഷേ വലിയ സിനിമയായിരിക്കാം. എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് സിനിമ മാത്രമാണ്. ചില ആളുകൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അത് അവരുടെ അഭിപ്രായമാണ്. അതവർ പറയും. നല്ല പടത്തെ ഒരിക്കലും ഒരാൾക്ക് മോശം പറയാൻ സാധിക്കില്ല. ആ സിനിമ പരാജയപ്പെടുകയുമില്ല. മോശം സിനിമയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലെ വന്നില്ലെങ്കിൽ ആ സിനിമ പരാജയപ്പെടുക തന്നെ ചെയ്യും. അത് അങ്ങനെ തന്നെയാണ്. പാട്രിയറ്റ് എന്ന സിനിമ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കളക്ഷനിൽ ഇടമുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ സിനിമയെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നു, അയാൾ അഭിപ്രായം പറയുന്നു, സിനിമ പോരാ എന്ന് പറയുന്നു. നീ എന്താടാ അങ്ങനെ പറഞ്ഞത്? മമ്മൂട്ടിയുടെ സിനിമ പോരാ എന്ന് പറയാൻ നീ ആരടാ എന്ന് പറഞ്ഞ് അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അയാൾക്ക് ഇഷ്ടമായില്ല എങ്കിൽ ഇഷ്ടമായില്ല എന്ന് തന്നെയല്ലേ പറയേണ്ടത്? അയാൾ പിന്നെ നുണ പറയണമായിരുന്നു. എന്തായാലും സിനിമാ കാഴ്ച ചേട്ടൻ അടിപൊളിയാണ്. ഒന്നില്ലെങ്കിൽ ഈ പരിപാടി അവസാനിപ്പിക്കുക. ഈ തിയേറ്ററിൽ പോയിട്ട് റെസ്പോൺസ് എടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കുക. മറ്റുള്ളവർക്കെതിരെ എന്തിനാണ് തിരിയുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് അയാളെ ഭീഷണിപ്പെടുത്താനോ അയാൾക്കെതിരെ രംഗത്ത് വരാനോ ഒരു അവകാശവുമില്ല. കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ സിനിമകളെക്കുറിച്ച് മോശം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പല സിനിമകളെക്കുറിച്ചും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ മറ്റുള്ളവരും ഇഷ്ടപ്പെടണം എന്ന് വാശി പിടിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഭീഷണിപ്പെടുത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ്? എന്തായാലും നിങ്ങളുടെ രീതി അടിപൊളി. ഇത്തരം വിവരക്കേടുകൾ ഇനിയെങ്കിലും ചെയ്യാതിരിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം, മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം. അവരുടെ മേലെ നിങ്ങൾ കുതിര കയറാൻ നിൽക്കരുത്. നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യരുത്. മമ്മൂട്ടിയുടെ സിനിമ മികച്ചതായി കഴിഞ്ഞാൽ മികച്ചതാണ് എന്ന് തന്നെ പറയും.
മമ്മൂട്ടി നല്ലതാണെങ്കിൽ നല്ലതാണ് എന്ന് തന്നെ പറയും, മോശമാണെങ്കിൽ മോശമാണ് എന്ന് പറയും. എന്നെ സംബന്ധിച്ച് പാട്രിയറ്റിൽ മമ്മൂട്ടി ഒരു മോശം പ്രകടനം കാഴ്ചവെച്ചു എന്നെനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ സിനിമയെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണം തന്നെയാണ്, അതിൽ ഒരു മാറ്റവും ഇല്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.